മക്കളെ കീമിൽ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ അതായത് +2-ൻ്റെ മാർക്ക് കുട്ടികൾക്ക് പരിശോധനയ്ക്കായിട്ട് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷനാണിത്. അതായത് എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് കുട്ടികളുടെ +2-ൻ്റെ മാർക്ക് ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള സമയം മുമ്പ് തന്നിരുന്നു. അങ്ങനെ കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അത് കൊടുത്തിരുന്നു. അങ്ങനെ കുട്ടികൾ കൊടുത്ത വിവരങ്ങളെല്ലാം കൂടെ വെച്ച് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയുടെ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് മാർക്ക് സംബന്ധിച്ച വിവരങ്ങൾ കുട്ടികൾക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള സമയം ജൂൺ 17 വൈകിട്ട് 6 മണി വരെ മാത്രമാണ്. അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്നൊരിക്കൽ കൂടി വെരിഫൈ ചെയ്യാനുള്ള സമയം. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി കയറിയ അതേ സൈറ്റ് കീം 2026 എന്നുള്ള കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അതിൽ കുട്ടിയുടെ അപേക്ഷാ നമ്പരും പാസ്വേഡും കൊടുത്ത് ഹോം പേജിൽ കയറുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് 2ാം വർഷത്തെ യോഗ്യതാ പരീക്ഷയിൽ കിട്ടിയ മാർക്കുകളുടെ അല്ലെങ്കിൽ മാർക്ക് മാക്സിമം മാർക്ക് എത്രയായിരുന്നു, ഏത് ബോർഡാണ്, ഏത് വർഷമാണ് പാസ്സായത് എന്നൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കി ശരിയാണോ എന്ന് പരിശോധിക്കണം. ഇനി നിങ്ങളതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽ ഒക്കെ ശരിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോന്നിനും നേരെ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് കൺഫേം ചെയ്യാം. സപ്പോസ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണിച്ചിരിക്കുന്ന മാർക്ക് വിവരങ്ങളിൽ തിരുത്തലുണ്ടോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തിരുത്തലുള്ള വിവരങ്ങൾക്ക് നേരെ ചേഞ്ച് റിക്വയർഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു തിരുത്തും ഇല്ലെങ്കിൽ നോ ചേഞ്ച് കൊടുക്കാം, തിരുത്തുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു, തിരുത്തില്ലെങ്കിൽ നോ ചേഞ്ച് കൊടുക്കാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ചേഞ്ച് റിക്വയർഡ് കൊടുക്കുക. എന്നിട്ട് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച്, തിരുത്തുണ്ടെങ്കിൽ വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള കൊടുക്കുക. അതിനുശേഷം ഈ തിരുത്തലുകളെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് മാർക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ ശരിയായ മാർക്ക് എന്താണ് എന്ന് തെളിയിക്കുന്ന PDF ഉൾപ്പെടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ഇനി ഇത് നിങ്ങൾ ഇമെയിലോ ഫാക്സിലോ ഒന്നും അയക്കണ്ട, നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കൂടി ചെയ്താൽ മതി. മുമ്പ് നോട്ടിഫിക്കേഷൻ പ്രകാരം കുട്ടികൾ മാർക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. ആ കൊടുത്ത മാർക്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ മാർക്കുകൾ പരിശോധന വേളയിൽ ദൃശ്യമാവില്ല, അതിൽ കാണിക്കില്ല. അവരെന്ത് ചെയ്താൽ മതി, അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ മാർക്ക് ലിസ്റ്റുകൾ തെറ്റില്ലാത്തത് ക്ലാരിറ്റിയിൽ സ്കാൻ ചെയ്ത മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിലവിൽ അവരുടെ മാർക്ക് എന്താണോ കീമിൻ്റെ കയ്യിലുള്ളത് അത് പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. പിന്നീട് ഇതിനുള്ള തിരുത്തൊന്നും വരുത്തില്ല. അതേപോലെ 17/6 അതായത് ജൂൺ 17 വൈകിട്ട് 6 മണിക്കുള്ളിൽ ലഭിക്കുന്ന മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ മാർക്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ഓൺലൈനായിട്ട് എന്ത് കൊടുത്തിരിക്കുന്നോ അത് പരിശോധിച്ച് ഉറപ്പുവരുത്താത്ത എല്ലാ കുട്ടികളുടെയും മാർക്ക് ലിസ്റ്റ്, അതിപ്പോൾ തിരുത്തലുണ്ടെങ്കിലും നിങ്ങൾ തിരുത്തൽ വരുത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക, അതിൽ തെറ്റുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, ആ മാർക്ക് വെച്ചിട്ടാണ് വെരിഫിക്കേഷൻ നടത്തുന്നതും ആ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തെറ്റായ മാർക്കാണ് റാങ്ക് ലിസ്റ്റിന് പരിഗണിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പിന്നീട് അലോട്ട്മെൻറ്റിന് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളിത് വെരിഫൈ ചെയ്യണം. പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒന്നിലേറെ മാർക്ക് ലിസ്റ്റുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൂടെ സ്കാൻ ചെയ്ത് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട, എല്ലാം കൂടെ സ്കാൻ ചെയ്ത് ഒരൊറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം, ഒരു ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും ഈ പ്രൊസീജിയർ ഒന്ന് ഫോളോ ചെയ്തേക്കുക. നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി മാർക്കിൽ തിരുത്തുണ്ടോ എന്ന് നോക്കുക. തിരുത്തില്ലെങ്കിൽ നോ ചേഞ്ച് കൊടുക്കുക, തിരുത്തുണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻ്റ് കൂടി അപ്ലോഡ് ചെയ്താലാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക. ഇനി മറ്റ് അപ്ഡേറ്റ് വന്നാൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തേക്കാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.